ഇന്നിപ്പോൾ വെള്ളിയാഴ്ച ദിവസമാട്ടോ. ലീവൊക്കെ ഉള്ള ദിവസമാണെങ്കിൽ ലീവൊക്കെ ഇന്നൊക്കെ ഏകദേശം കൊളായ മട്ടാണില്ല കേട്ടോ. സംഭവം എന്താ വെച്ചാൽ മുതലാളി ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഒരു വണ്ടി കഴിക്കേണ്ട ആവശ്യം ഉണ്ടായില്ല. വണ്ടികളൊക്കെ പൊടിച്ച് കിടക്കുന്നു. മൂപ്പരാണെങ്കിൽ ഇന്നലെ രാത്രിയാണ് വരികയും ചെയ്തു. അപ്പോൾ പിന്നെ ജുമ കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂപ്പർക്ക് എങ്ങോട്ടേലും ഒന്ന് ഇറങ്ങേണ്ടി വരും. അപ്പോൾ ഏത് വണ്ടി എടുക്കുന്നത് നമുക്ക് അറിയാത്തതുകൊണ്ട് തന്നെ വലിയൊരു വണ്ടിയും ചെറിയ വണ്ടിയും തുടച്ച് ക്ലിയർ ആക്കി കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ വണ്ടിയൊക്കെ തുടച്ച് കഴിക്കണതിൻ്റെ അടിയിലാണ് ഹാരിസ് വന്നിട്ട് പറഞ്ഞത്, എടാ ഈ പൈപ്പൊന്ന് വരുമോ, എനിക്ക് ആ ഹോഷും മിറ്റൊക്കെ ഒന്ന് കഴിക്കാണ്ട്. ഓനെ പറഞ്ഞിട്ടും കാര്യമില്ല, ഓന് വെള്ളിയാഴ്ച ദിവസമാണ് ഹോഷ് വെക്കണ ദിവസം. നമ്മളിപ്പോൾ അന്ന് വണ്ടിയൊക്കെ പൊതുവേ കുറവാണ്. അപ്പോൾ ഏതായാലും പൈപ്പ് ഓനോട് ഞാൻ കൊടുത്തിട്ടാണ്, ഞാൻ വലിയ വണ്ടി തുടച്ച് വെച്ചുമ്പോഴേക്കും ചെയ്താലും എൻ്റെ മുറ്റം കൈകളൊക്കെ കഴിച്ചോ, എന്നാൽ കഴിഞ്ഞിട്ട് എനിക്ക് ചെറിയൊരു വണ്ടി കൂടി കൈകാണ്ട് പറഞ്ഞിട്ടോ. അങ്ങനെ ഓൻ പൈപ്പൊക്കെ കൊണ്ടുപോയി ഓൻ്റെ പരിപാടിയൊക്കെ തീർത്ത് വന്നപ്പോൾ എൻ്റെ വണ്ടിയെങ്കിലും കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനി ചെറിയ വണ്ടി ഒന്ന് പുറത്തേക്ക് എടുത്തിട്ടോ. അത് പുറത്തേക്ക് ഇട്ടുകയാണെങ്കിൽ ഇതും കൂടി കഴുകിയിട്ട് വേണം. ഇന്നത് വെള്ളിയാഴ്ച അല്ലേ, ബിരിയാണി ഉണ്ടാക്കണം. ബിരിയാണി മസ്റ്റാണ്, വെള്ളിയാഴ്ച ആകുമ്പോൾ പിന്നെ ബിരിയാണി വേണമല്ലോ. അങ്ങനെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി ഏകദേശം ദമ്മിടാനായിട്ടോ. വീഡിയോസൊന്നും എടുക്കാനുള്ള സമയം കിട്ടില്ല, കാരണം എന്താ ജോമിൽ ജുമ ആയതുകൊണ്ട് പെട്ടെന്ന് പരിപാടി വെച്ചാണ്ട് ദമ്മിട്ടുകാണ്ട് പള്ളിക്കൊക്കെ പോകാൻ നോക്കട്ടെ. അങ്ങനെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയാണ്ട് ഗസ്തീറൊക്കെ ചുറ്റിയാണ്ട് ഇനി ദമ്മിട്ടാണ്ട് വേഗം അടച്ചൊക്കെ ഇട്ടോ. അത് കഴിയുമ്പോൾ ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ ഒരു 10 മിനിറ്റ് കത്തിച്ച് വെച്ചാലേ അത് അമ്മയിലാണ് കയറിക്കോളും. അങ്ങനെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയാണ്ട് വേഗം പള്ളിയിൽ പോയി വന്നിട്ടോ. പള്ളിയിൽ പോയി വന്നുകൊണ്ട് കുറച്ചേരൊക്കെ ഇരുന്നപ്പോൾ ഇങ്ങനെ പള്ളൻ്റെ ഉള്ളിൽ ഒച്ചയും മുളിയും തുടങ്ങി. പിന്നെ കാക്കൂനോട് പറഞ്ഞു നമുക്ക് പൊട്ടിച്ചാലായിരുന്നു. അങ്ങനെ വേഗം ദമ്മൊക്കെ പൊട്ടിച്ചാണ്ട് ഫുഡ് കഴിച്ചാണ്ട് വേഗം അടുത്ത പരിപാടി നോക്കാം. അടുത്ത പരിപാടി എന്താ വെച്ചാൽ പ്രത്യേകിച്ചൊന്നുമില്ല, എല്ലാ പ്രവാസികളെയും മാറി തന്നെ ലീവിൽ ലീസ് എന്താ ചോദിച്ചാൽ നല്ലോണം വളർച്ച് ബിരിയാണിയും കഴിച്ച് ലാസ്റ്റ് ഒരു പെപ്സിയോ കോളയോ, അത് പിന്നെ നിർബന്ധമാണ് ഇച്ച് ബിരിയാണി കഴിഞ്ഞാൽ. അങ്ങനെ ഒരു പെപ്സി ഒരു കോള വാങ്ങിക്കൊടുന്ന് വെച്ചിരുന്നു രാവിലെ തന്നെ തെല്ലാച്ചിൽ. അങ്ങനെ അതും കുടിച്ചുകാണ്ട് ഹാളിലിരുന്നപ്പോൾ നല്ല ചൂടാണ്, അവിടെ എ സി ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചെന്നാൽ റൂമിൽ പോയിരുന്നാണ് ബെഡ്റൂമിലിരുന്ന് കുടിക്കുക വിചാരിച്ചു. നേരെ ബെഡ്റൂമിൽ പോയിരുന്ന് കാണ്ട് ഇപ്പോൾ കോളയൊക്കെ കുടിച്ച് കുറച്ചേരൊക്കെ ഇങ്ങനെ ഇരുന്ന് പിന്നെ എല്ലാ പ്രവാസികളും പരിപാടി തന്നെ അസർ വരെ ഒറ്റ ഉറക്കം. അപ്പോൾ പിന്നെ ബാക്കി നാളെ കാണാം.